സ്വരങ്ങളെ പൗലോസ്ലീഹ ഈശോയെ കൂടുതൽ അടുത്തറിഞ്ഞ ഒരു മൊമെന്റ് ഉണ്ട്. നമ്മൾ മാനസാന്തരത്തെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ എവിടെയാണോ ഓൺലൈനിലോ വല്ലതും പറഞ്ഞിട്ടുണ്ടാവും. അതായത് ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞൊരു സുന്ദരമായ കാര്യമാണ്. അതായത് പൗലോസ്ലീഹ ഹി വാസ് നെവർ കൺവേർട്ടഡ്. അയാൾ ഒരിക്കലും മാനസാന്തരപ്പെട്ടിട്ടില്ല എന്ന് പാപ്പ പറയാം. അങ്ങനെ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. പൗലോസിന്റെ മാനസാന്തരം എന്ന് തന്നെയാണ് നമ്മൾ സൗളിന്റെ മാനസാന്തരം എന്നൊക്കെ അപ്പോസ്തല പ്രവർത്തനം 9-ാമത്തെ അധ്യായത്തിൽ ടൈറ്റിൽ വരെ അങ്ങനെയാണ് വായിക്കുക. ബെനഡിക്റ്റ് പാപ്പ പറയുന്ന ഒരു കാര്യമാണ്, പൗലോസ് ഒരിക്കലും മാനസാന്തരപ്പെട്ടിട്ടില്ല. കാരണം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു പാപിക്കാണ് എന്ത് വേണ്ടത്? മാനസാന്തരം. പോൾ വാസ് നോട്ട് എ സിന്നർ, ഹി റിയലൈസ്ഡ്. അവൻ തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. മാനസാന്തരപ്പെടുക അല്ല ചെയ്തത്, തിരിച്ചറിഞ്ഞു. എന്താണ്? ഇത്രയും കാലം ഞാൻ പഠിച്ച വായിച്ച വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആ മിശിഹ ജീവിച്ചെന്നും മരിച്ചെന്നും ഉയർത്തെഴുന്നേറ്റെന്നും ഇപ്പോ എന്നെ കാണാൻ ഈ ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ എന്നെ കണ്ട ആൾ, എന്നെ സ്വന്തമാക്കിയ ആൾ, ഞാൻ ഈ പഴയ നിയമ ഗ്രന്ഥത്തിൽ യഹൂദരുടെ നിയമത്തിൽ വായിച്ചറിഞ്ഞ ആ ദൈവമാണ് ഈ മിശിഹ, ഈ ഈശോ എന്ന് പൗലോസ് തിരിച്ചറിയുകയാണ് ചെയ്തത്. ബ്യൂട്ടിഫുൾ ചിന്തയാണ് ബെനഡിക്റ്റ് പാപ്പയുടെ. നമ്മുടെ നല്ലതാണ്. എത്ര